നേരമേതാണ്ട് രാത്രി 10 കഴിഞ്ഞപ്പോഴാണ് അവൻ തുടർച്ചയായി 7 8 പ്രാവശ്യം എന്നെ വിളിച്ചത്. ഒരു വട്ടം വിളിക്കുമ്പോൾ എടുത്തില്ലെങ്കിൽ അയാൾ തിരക്കിലായിരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം മനുഷ്യർക്കില്ലെന്ന് അന്ന് എനിക്ക് തോന്നി. എൻ്റെ 11ാമത്തെ കാമുകിയും ഇതെന്നോട് പറയാറുണ്ട്. എത്ര തിരക്കിലാണെങ്കിലും ഫോൺ എടുത്ത് കാര്യം പറഞ്ഞൂടെ എന്ന് പറഞ്ഞാണ് മിക്കപ്പോഴും അവൾ എന്നോട് തല്ലുകൂടാറുള്ളത്. എന്തോ അവളുടെ തല്ലുകൾ എനിക്കിഷ്ടമാണ്. ആരാണെങ്കിലും ഫോണിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. ഇവനാണെങ്കിൽ സംസാരിച്ചു തുടങ്ങിയാൽ പെട്ടെന്നൊന്നും നിർത്തുകയുമില്ല. എന്ന് വിളിച്ചാലും എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ വലിച്ചു നീട്ടി പറയാനുണ്ടാകും അവന്. ഇതിനു മാത്രം സന്തോഷങ്ങളോ എന്നോർത്ത് എനിക്കവനോട് അസൂയ തോന്നും. അല്ലെങ്കിലും അസൂയ തോന്നുന്നവരോട് ഇടയ്ക്കിടെ സംസാരിക്കാൻ എനിക്ക് പണ്ടേ മടിയാണ്. നിനക്കൊക്കെ എന്തിനാണ് മൊബൈൽ ഫോണെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. കവിത എഴുതാനും പ്രസിദ്ധീകരിക്കാനും ചിലരെയൊക്കെ പ്രേമിക്കാനുമാണ് ഫോൺ ഉപയോഗിക്കുന്നതെന്ന് അവർക്കുള്ള മറുപടി എന്നോണം ഞാൻ പറയും. അത് കേൾക്കുന്ന 3/4 പേർ നീ എന്തൊരു കിഴങ്ങനാടാ എന്ന് പറഞ്ഞ് വേർപിരിഞ്ഞു പോകും. ഞാൻ അവരെ ഒന്നും തിരിഞ്ഞു നോക്കാറില്ല. എനിക്കെന്നും പ്രധാനം നേരമാണ്. ഒരു ഗുണമില്ലാത്ത തരത്തിൽ ഒരു നിമിഷവും മറ്റുള്ളവർക്കായി പാഴാക്കി കളയുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല. മുൻപേ തീരുമാനിച്ച എന്ത് കാര്യത്തിനായാലും സുഹൃത്തുക്കളെ മുഷിയും വരെ കാത്തിരിപ്പിക്കുന്ന ഞാനുമായി പൊരുത്തപ്പെട്ടു പോകുക എന്നത് നിസാരമായ കാര്യമല്ല. എന്തൊക്കെ പറഞ്ഞാലും വീണ്ടും കൂടാൻ വരുന്ന ഇങ്ങനെയുള്ള സാധു സുഹൃത്തുക്കൾ മാത്രമേ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ബാക്കി നിൽക്കുന്നുള്ളൂ. അതിലേറ്റവും കൂടുതൽ ഞാൻ അവഗണിച്ചിട്ടുള്ളതും അവനെ ആയിരുന്നു. എന്നിട്ടും നീ എൻ്റെ കൂട്ടുകാരനാടാ എന്ന് പറഞ്ഞ് അവൻ വിളിക്കും. എന്ത് സഹായത്തിനായാലും വിളിച്ചാൽ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് വരുന്ന ഒരു പരോപകാരി കൂടിയാണ് അവൻ. തൊട്ടടുത്ത് വീടായിട്ടും നിരന്തരം കാണാൻ പറ്റാത്ത പരിഭവമൊക്കെ അവനിടക്ക് പറയാറുണ്ട്. ഞാനാണെങ്കിൽ നാളിൻ്റെ 3/4 തനിച്ച് വേണമെന്ന് നിർബന്ധമുള്ള ഒരാളും. പിറ്റേന്ന് രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് അവനെ ഒന്ന് വിളിച്ചേക്കാമെന്ന് കരുതിയപ്പോഴാണ് പറഞ്ഞു വെച്ചതുപോലെ കൃത്യനേരത്ത് അവൻ്റെ നമ്പറിൽ നിന്ന് കോൾ വന്നത്. ജീവിതത്തിൻ്റെ ചില സന്ദർഭങ്ങളിൽ നാടകീയമായ മുഹൂർത്തങ്ങൾ വരിവരിയായി വരാറുള്ളത് പോലെയായിരുന്നു പിന്നീട് നടന്നതെല്ലാം. ഫോണിൽ പറഞ്ഞതുപോലെ ആശുപത്രിയുടെ മുൻവശത്തെ ഗേറ്റിന് മുന്നിൽ തന്നെ അയാൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആളെ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ അയാളുടെ കൂടെ മോർച്ചറിയിലേക്ക് നടന്നു. എപ്പോഴായിരുന്നു സംഭവമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അറിയില്ലെന്നും വെളുപ്പിന് നടക്കാനിറങ്ങിയവരാണ് വിളിച്ചു പറഞ്ഞതെന്നും ആ പോലീസുകാരൻ പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായാണ് അങ്ങനെ ഒരു അനുഭവത്തിലൂടെ എനിക്ക് പോകേണ്ടി വന്നത്. അവൻ തന്നെയാണെന്ന് തീർച്ചപ്പെടുത്തി ഞാൻ ഇറങ്ങുമ്പോൾ ഞാനാണോ മരിച്ചതെന്ന സംശയമായിരുന്നു എനിക്ക്. രാത്രിയിൽ അപകടത്തിൽപ്പെട്ട് രക്തം വാർന്നാണ് അവൻ മരിച്ചത്. ഏതാണ്ട് 10:30 ആയപ്പോഴേക്കും മരണം സംഭവിച്ചുവെന്ന് അവനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലീസുകാരനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ മരിച്ചത് ഞാൻ തന്നെയാണെന്നത് എന്നിൽ തീർച്ചപ്പെടുകയായിരുന്നു. താങ്ക് യു. കഥ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത കഥയുമായി നമുക്കുടനെ കാണാം. താങ്ക് യു ഓൾ.